ലോകത്ത് യുദ്ധമുണ്ടാകാതിരിക്കാനും അഥവാ സംഭവിച്ചാൽ അത് ചർച്ചകളിലൂടെ പരിഹരിക്കാനും മുൻകൈയെടുക്കേണ്ട ഐക്യരാഷ്ട്ര സംഘടന ഇപ്പോൾ മരവിച്ച അവസ്ഥയിലാണ്. ഈ വിഷയമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഐക്യരാഷ്ട്ര സംഘടന ശരശയ്യയിലോ. അവതരണം VR അജിത് കുമാർ. അമേരിക്കയും സോവിയറ്റ് യൂണിയനും പ്രബല ശക്തികളായി പരസ്പരം പോരടിച്ച ശീതയുദ്ധകാലത്ത് ലോകസമാധാനത്തിനും മനുഷ്യാവകാശങ്ങൾക്കും വേണ്ടി ഉറച്ച നിലപാടുകളെടുക്കാൻ പരമാവധി ശ്രമിച്ചിരുന്ന ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ അവസ്ഥ ദയനീയമെന്നേ പറയാൻ കഴിയും. ശരശയ്യയിൽ കിടന്ന ഭീഷ്മർക്ക് അദ്ദേഹം നിശ്ചയിക്കുന്ന സമയത്തെ മരണം വരിക്കാൻ കഴിയൂ എന്ന് വരമുണ്ടായിരുന്ന പോലെ ഐക്യരാഷ്ട്രസഭയും ശരശയ്യയിലാണ്. ഇനി അതിലെ അംഗങ്ങൾ സ്വയം തീരുമാനമെടുത്താലേ സംഘടന മരണപ്പെടൂ എന്ന് സാരം. ഇത്തരമൊരു ദുരവസ്ഥയിലേക്ക് ഐക്യരാഷ്ട്രസഭ എത്തിപ്പെട്ടത് അത് പ്രവർത്തിക്കുന്നതിന് മുന്തിയ സാമ്പത്തിക സംഭാവന നൽകുന്ന രാജ്യങ്ങളോടുള്ള കടുത്ത കൂറും ജനാധിപത്യപരമല്ലാത്ത ചട്ടക്കൂടുമാണ് എന്ന് പറയാം. യുണൈറ്റഡ് നേഷൻസ് അഥവാ UN പ്രധാന ഫണ്ടിംഗ് ലഭ്യമാക്കുന്നത് അമേരിക്കയാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ താൽപ്പര്യങ്ങൾക്കാണ് എക്കാലത്തും മുൻഗണന ലഭിച്ചിരുന്നത്. എന്നാൽ ട്രംപിംഗ് അമേരിക്ക UN സഹായം പടിപടിയായി വെട്ടിക്കുറയ്ക്കുകയാണ്. ആ ഗ്യാപ്പിലേക്ക് കടന്നു കയറുന്നത് ചൈനയാണ്. UN മിക്ക സഹസ്ഥാപനങ്ങളിലും ചൈന പിടിമുറുക്കിക്കഴിഞ്ഞു. UN 15 ഏജൻസികളിൽ ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ, യുണൈറ്റഡ് നേഷൻസ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ, ഇൻ്റർനാഷണൽ ടെലികമ്മ്യൂണിക്കേഷൻ യൂണിയൻ, ഇൻ്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്നിവയെ ഇപ്പോൾ ചൈനയാണ് നിയന്ത്രിക്കുന്നത്. UN 15 പ്രധാന ഏജൻസികളിൽ 9 ചൈനയ്ക്ക് പ്രാതിനിധ്യമുണ്ട്. ഇതിനു പുറമെ UN ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ ഫോർ എക്കണോമിക്സ് ആൻഡ് സോഷ്യൽ അഫയേഴ്സും ചൈനയാണ്. ചൈന അവരുടെ സമ്പത്ത് പ്രയോജനപ്പെടുത്തി ആഗോള വികസന സംരംഭത്തിൻ്റെ ഭാഗമായി 60ഓളം രാജ്യങ്ങളെ ഇപ്പോൾ തന്നെ സ്വന്തം കൂടയിലാക്കിയിട്ടുണ്ട്. അമേരിക്ക സാമ്പത്തിക സഹായം പിൻവലിക്കുന്ന UN ഓരോ മേഖലയിലും സഹായം വർദ്ധിപ്പിച്ച് ചൈന പിടിമുറുക്കുകയാണ്. അതിന് ആക്കം കൂട്ടുന്നതാണ് ട്രംപിൻ്റെ പുതിയ സമാധാന ബോർഡ്. ട്രംപ് സ്ഥിരം ചെയർമാനായി സ്വയം പ്രഖ്യാപിച്ച പീസ് ബോർഡ് ലോകത്ത് സമാധാനം കൊണ്ടുവരുമോ അതോ തനിക്കൊപ്പമുള്ളവർ തന്നെ എതിർക്കുന്നവർ എന്ന മട്ടിൽ രാജ്യങ്ങളെ വിഘടിപ്പിക്കുമോ എന്നതാണ് ഇനി അറിയേണ്ട കാര്യം. ഏതായാലും UN ഇത്തരത്തിൽ ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഏകാധിപതികളുടെ സുരക്ഷാ കൗൺസിൽ. സുരക്ഷാ കൗൺസിൽ എന്ന വിചിത്രമായ സംവിധാനം UN ജനാധിപത്യ സ്വഭാവത്തെ തകർക്കുന്ന ഏകാധിപതികളുടെ കൂട്ടായ്മയായി നിലനിൽക്കുന്നതാണ് പ്രസ്ഥാനത്തിനെ തളർത്തുന്ന പ്രധാന ഘടകം. സുരക്ഷാ കൗൺസിലിലെ 15 അംഗങ്ങളിൽ 5 സ്ഥിരാംഗങ്ങളും 10 പേർ പൊതുസഭയുടെ തെരഞ്ഞെടുപ്പിലൂടെ മാറി മാറി വരുന്നവരുമാണ്. സ്ഥിരാംഗങ്ങൾക്കാണ് സമിതിയിൽ വീറ്റോ അധികാരമുള്ളത്. അതുകൊണ്ട് തന്നെ കൗൺസിലിൽ പാസ്സാകുന്ന പ്രമേയങ്ങൾ സ്ഥിരാംഗങ്ങളുടെ താൽപ്പര്യം സംരക്ഷിക്കുന്നതോ അവർക്ക് പ്രത്യേക താൽപ്പര്യമില്ലാത്ത വിഷയങ്ങളോ ആകുന്നത്. കൗൺസിലിൽ തെരഞ്ഞെടുപ്പിലൂടെ വന്ന ഭൂരിപക്ഷ അംഗങ്ങൾ വെറും കാഴ്ചക്കാർ മാത്രം. സൈദ്ധാന്തികമായി നോക്കിയാൽ
വീറ്റോ അധികാരം മാറ്റി നിർത്തിയാൽ ലോകത്തിലെ മുഴുവൻ ഭൂഖണ്ഡങ്ങളുടെയും പ്രാതിനിധ്യം ഉറപ്പാക്കുന്ന സഭയാണ് സുരക്ഷാ കൗൺസിൽ. ആഫ്രിക്കയ്ക്ക് 3, ഏഷ്യ പസഫിക്കിന് 2, ലാറ്റിൻ അമേരിക്കയ്ക്കും കരീബിയയ്ക്കുമായി 2, പടിഞ്ഞാറൻ യൂറോപ്പിനും മറ്റുമായി 2, കിഴക്കൻ യൂറോപ്പിന് 1 എന്ന മട്ടിലാണ് 10 അംഗങ്ങളുടെ പ്രാതിനിധ്യം. 2 വർഷമാണ് കാലാവധി. എല്ലാ വർഷവും കാലാവധി അവസാനിക്കുന്ന അംഗങ്ങൾക്ക് പകരമായി പുതിയ അംഗങ്ങളെ തിരഞ്ഞെടുക്കും. ഇതിന് പൊതുസഭയിലെ 2/3 രാജ്യങ്ങളുടെ പിന്തുണയുണ്ടാകണം. വീറ്റോ എന്ന കെണി. UN ചാർട്ടറിൽ വീറ്റോ എന്ന വാക്ക് യഥാർത്ഥത്തിലില്ല. ആർട്ടിക്കിൾ 27 പറയുന്നത് എല്ലാ പ്രാധാന്യമുള്ള വിഷയങ്ങളിലും സ്ഥിരാംഗങ്ങളുടെ യോജിച്ച വോട്ട് ആവശ്യമാണെന്നാണ്. സ്ഥിരാംഗങ്ങളിൽ ഒരാൾ എതിർക്കുകയും മറ്റ് 14 അംഗങ്ങൾ അനുകൂലിക്കുകയും ചെയ്താലും പ്രമേയം പരാജയപ്പെടും. എന്നാൽ എതിർക്കുന്നതിന് പകരം വിട്ടുനിന്നാൽ പ്രമേയം പാസ്സാവുകയും ചെയ്യും. പാലസ്തീൻ ഇസ്രയേൽ യുദ്ധം, റഷ്യ ഉക്രൈൻ യുദ്ധം, സിറിയൻ ആഭ്യന്തര യുദ്ധം, ഇറാനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തുടങ്ങി സുരക്ഷാ കൗൺസിലിലെ സ്ഥിരാംഗങ്ങൾക്ക് പരസ്പര വിരുദ്ധമായ താൽപ്പര്യങ്ങളുള്ള സംഗതികളിൽ ശരിയായ നിലപാടെടുക്കാൻ കഴിയാതെ UN നിശ്ചലാവസ്ഥയിലാകുന്ന അവസ്ഥയാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. 2011 മുതൽ സിറിയയ്ക്ക് ഉപരോധം ഏർപ്പെടുത്തുന്നതോ യുദ്ധക്കുറ്റങ്ങൾക്ക് സിറിയൻ സർക്കാരിനെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിലേക്ക് റഫർ ചെയ്യുന്നതോ ആയ പ്രമേയങ്ങൾ 15 തവണയാണ് റഷ്യയും ചൈനയും ചേർന്ന് വീറ്റോ ചെയ്തത്. 2014 ക്രിമിയ പിടിച്ചെടുത്തതിനും 2022 ഉക്രൈനിലേക്ക് അധിനിവേശം നടത്തിയതിനും റഷ്യയെ അപലപിക്കുകയും പിന്മാറാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്ന പ്രമേയങ്ങളെ റഷ്യ തന്നെ വീറ്റോ ചെയ്യുകയായിരുന്നു. 1995 സെബ്രനിക്കയിൽ നടന്ന കൂട്ടക്കൊല സെർബിയൻ സേന നടത്തിയ ബോസ്നിയൻ മുസ്ലിങ്ങളുടെ വംശഹത്യയാണെന്ന് ഔദ്യോഗികമായി രേഖപ്പെടുത്താനുള്ള 2015 പ്രമേയത്തെയും രാഷ്ട്രീയ പ്രേരിതം എന്ന് പറഞ്ഞ് റഷ്യ വീറ്റോ ചെയ്തു. ഇസ്രയേലി കുടിയേറ്റ പ്രവർത്തനങ്ങളെ വിമർശിക്കുന്നതോ ഉടനടി വെടിനിർത്തൽ ആവശ്യപ്പെടുന്നതോ ആയ പ്രമേയങ്ങൾ തടയാൻ അമേരിക്ക ഡസൻ കണക്കിന് തവണ വീറ്റോ ഉപയോഗിച്ചു. മറ്റൊരു രീതി സൈലൻ്റ് വീറ്റോ ആണ്. ഒരു രാജ്യത്തിനെതിരെ പ്രമേയം വന്നാൽ വീറ്റോ ചെയ്യും എന്ന് ഭീഷണി മുഴക്കുക എന്നതാണ് രീതി. ടിബറ്റിലെ സാഹചര്യം, മധ്യ ആഫ്രിക്കയിലെ സംഘർഷങ്ങൾ എന്നിവ ഉദാഹരണങ്ങളാണ്. ചൈനയാണ് ഈ സമീപനത്തിൽ മുന്നിൽ നിൽക്കുന്നത്. സുരക്ഷാ കൗൺസിൽ നിശ്ചലമാകുമ്പോൾ സമാധാനത്തിനായി ഒന്നിക്കാൻ പൊതുസഭയ്ക്ക് അധികാരം നൽകുന്ന പ്രമേയം 377A പാസാക്കിയത് കൊറിയൻ യുദ്ധസമയത്ത് സോവിയറ്റ് യൂണിയൻ ഈ വിഷയത്തിൽ വീറ്റോ പ്രയോഗിക്കാതിരുന്നതിനാലാണ്. സുരക്ഷാ കൗൺസിൽ സ്തംഭിച്ചാൽ പൊതുസഭയുടെ ഒരു പ്രത്യേക സമ്മേളനം 24 മണിക്കൂറിനുള്ളിൽ വിളിക്കാൻ ഈ നിയമം അനുവദിക്കുന്നു. ഇതിനായി സുരക്ഷാ കൗൺസിലിലെ 9 അംഗങ്ങൾ വോട്ട് ചെയ്യുകയോ പൊതുസഭയിലെ ഭൂരിപക്ഷ അംഗങ്ങൾ ആവശ്യപ്പെടുകയോ ചെയ്യണം. സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് സായുധ സേനയുടെ ഉപയോഗം ഉൾപ്പെടെയുള്ള കൂട്ടായ നടപടിക്ക് പൊതുസഭയ്ക്ക് ശുപാർശ ചെയ്യാൻ കഴിയും. എന്നാൽ ഒരംഗരാജ്യത്തെ ഇതിനായി സൈന്യത്തെ അയക്കാനോ സാമ്പത്തികം നൽകാനോ നിർബന്ധിക്കാൻ കഴിയില്ല. ഈ സംവിധാനം ഇതുവരെ 11 തവണ ഉപയോഗിച്ചിട്ടുണ്ട്. 1956 സൂയസ് കനാൽ പ്രതിസന്ധി ഘട്ടത്തിൽ ഫ്രാൻസും UK-യും ഈജിപ്തിൽ വെടിനിർത്തൽ വീറ്റോ ചെയ്തെങ്കിലും വെടിനിർത്തലിന് മേൽനോട്ടം വഹിക്കാൻ പൊതുസഭ ആദ്യമായി UN-ൻ്റെ അടിയന്തര സേന സൃഷ്ടിച്ചു. 1980 അഫ്ഗാനിസ്ഥാനിൽ നിന്നും പിൻവാങ്ങണമെന്ന് USSR-നോട് ആവശ്യപ്പെടുന്ന പ്രമേയം വീറ്റോ ചെയ്തെങ്കിലും അധിനിവേശത്തെ അപലപിച്ചുകൊണ്ട് പൊതുസഭ വൻ ഭൂരിപക്ഷത്തോടെ പ്രമേയം പാസാക്കി. 1997 മുതൽ ഇതുവരെ ഇസ്രയേൽ കുടിയേറ്റത്തിനെതിരെ
US നിരന്തരം വീറ്റോ ചെയ്യുന്നതിനാൽ 10ാമത് അടിയന്തര പൊതുസഭ പലതവണ മാറ്റിവെക്കുകയും റീ ഓപ്പൺ ചെയ്യുകയും ചെയ്തിരുന്നു. 2022 ഉക്രൈൻ അധിനിവേശത്തിനെതിരായ പ്രമേയം റഷ്യ വീറ്റോ ചെയ്തതിനെ തുടർന്ന് 11ാമത് സമ്മേളനം ചേർന്ന് റഷ്യയോട് പിൻവാങ്ങാൻ ആവശ്യപ്പെട്ടു. പ്രമേയം കൊണ്ട് വലിയ ഗുണമില്ലെങ്കിലും വീറ്റോ പ്രയോഗിക്കുന്ന രാജ്യത്തിനെതിരെ ലോകരാഷ്ട്രങ്ങൾ ഒന്നിക്കുന്നു എന്നത് അവർക്ക് ധാർമ്മികവും രാഷ്ട്രീയവുമായ തിരിച്ചടിയാകുന്നു. എന്ന് മാത്രമല്ല, പ്രമേയത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന രാഷ്ട്രങ്ങൾക്ക് ഇത് നിയമപരമായ പച്ചക്കൊടിയും നൽകുന്നു. 2022 ഏപ്രിൽ 26 വീറ്റോ ഇനിഷ്യേറ്റീവ് എന്ന പുതിയ നടപടി വന്നത്. ലിച്ചൻസ്റ്റൺ എന്ന രാജ്യമാണ് ഇത് അവതരിപ്പിച്ചത്. ഫ്രാൻസ്, UK, US തുടങ്ങിയ 83 രാജ്യങ്ങൾ സഹസ്പോൺസർമാരായി. ഇതനുസരിച്ച് ഏതെങ്കിലും സ്ഥിരാംഗം വീറ്റോ പ്രയോഗിച്ചാൽ അവർ 10 പ്രവൃത്തി ദിവസത്തിനുള്ളിൽ പൊതുസഭയിലെത്തി അവരുടെ ന്യായവാദം അവതരിപ്പിക്കണം. ചർച്ചയ്ക്ക് 72 മണിക്കൂർ മുന്നേ വീറ്റോ സംബന്ധിച്ച പ്രത്യേക റിപ്പോർട്ട് സുരക്ഷാ കൗൺസിൽ നൽകുകയും വേണം. വീറ്റോയെ പൊതുസഭയുടെ മുന്നിൽ വിശദീകരിക്കേണ്ടി വരുന്നതിലെ ധാർമ്മിക ഉത്തരവാദിത്വമാണ് ഇവിടെ പ്രധാനം. നേരത്തെ അവ്യക്തമായിരുന്ന വീറ്റോ നടപടി ഇപ്പോൾ സുതാര്യമാകുന്നു എന്നത് പ്രധാനമാണ്. എല്ലാ അംഗരാജ്യങ്ങൾക്കും വീറ്റോ സംബന്ധിച്ച് അഭിപ്രായം പറയാൻ ഇതുവഴി അവസരം ലഭിക്കുന്നു. കുറഞ്ഞ പക്ഷം ചർച്ചകളിലെങ്കിലും പൊതുസഭയ്ക്ക് പ്രാധാന്യം ലഭിക്കുന്നു. 2023-25 കാലത്ത് യമൻ, ഗാസ, ഉക്രൈൻ എന്നീ വിഷയങ്ങളിൽ ഇത്തരം ചർച്ചകൾ നടന്നു. നിയമപരമായി വീറ്റോകളെ പരിമിതപ്പെടുത്തുകയോ ഫലങ്ങളെ സ്വാധീനിക്കുകയോ ചെയ്യുന്നില്ലെങ്കിലും സുരക്ഷാ കൗൺസിൽ അംഗങ്ങൾക്ക് കൂടുതൽ ഉത്തരവാദിത്വ ബോധമുണ്ടാകാൻ ഇതുപകരിക്കുന്നു. പൊതുസഭയിൽ വലിപ്പച്ചെറുപ്പമില്ലാതെ എല്ലാ രാജ്യങ്ങൾക്കും തുല്യ പ്രാതിനിധ്യമാണുള്ളത്. UN ആദ്യം ചേർന്ന 51 രാജ്യങ്ങളിൽ ബെലാറസും ഉക്രൈനും സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായിരുന്നെങ്കിലും കൂടുതൽ വോട്ടിംഗ് പവർ ലഭിക്കാനായി ഇവർ പ്രത്യേക രാജ്യങ്ങളായാണ് അംഗത്വം നേടിയത്. റിപ്പബ്ലിക് ഓഫ് ചൈനയായിരുന്നു മറ്റൊരംഗം. 1971 തെയ്വാൻ അഥവാ റിപ്പബ്ലിക് ഓഫ് ചൈനയ്ക്ക് പകരം പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയെ അംഗീകരിക്കാൻ പൊതുസഭ തീരുമാനിച്ചത്. ഇന്ത്യയും ഫിലിപ്പീൻസും ബ്രിട്ടീഷ് കോളനികളായിരുന്നെങ്കിലും സ്വതന്ത്ര രാജ്യങ്ങളായി കണക്കാക്കി അംഗത്വം നൽകുകയായിരുന്നു. അന്ന് അംഗമായ യുഗോസ്ലോവിയ, ചെക്കോസ്ലോവാക്യ എന്നീ രാജ്യങ്ങൾ 1990കളിൽ പല രാജ്യങ്ങളായി മാറുകയും അവരെല്ലാം പുതിയ അംഗങ്ങളായി സഭയിൽ ചേരുകയുമുണ്ടായി. UN പൊതുസഭ ജനാധിപത്യപരമായ നിലപാടെടുത്ത് ഒരംഗത്തിന് ഒരു വോട്ട് എന്ന രീതി സ്വീകരിക്കുകയും എന്നാൽ UN ശക്തികേന്ദ്രമായ സുരക്ഷാ കൗൺസിലിൽ സ്ഥിരാംഗങ്ങൾക്ക് വീറ്റോ അധികാരം നൽകുകയും ചെയ്തത് ആദർശവാദത്തിനും യാഥാർത്ഥ്യവാദത്തിനും ഇടയിലുള്ള അകലം തുറന്നു കാട്ടുന്നതാണ്. സാങ്കേതികമായി സുരക്ഷാ കൗൺസിൽ തികച്ചും ജനാധിപത്യ വിരുദ്ധമാണ് എന്ന് കാണാം. ഒരു ലോക സർക്കാരോ ശുദ്ധമായ ജനാധിപത്യ സംവിധാനമോ അല്ല UN. അത് ആരംഭിച്ചവരുടെ ലക്ഷ്യം ഒരു 3ാം ലോകമഹായുദ്ധം സംഭവിക്കരുത് എന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ അന്നത്തെ പ്രബല കക്ഷികൾ അവരുടെ ദേശീയ താൽപ്പര്യത്തിനോ പ്രാദേശിക താൽപ്പര്യത്തിനോ എതിരായ നിലപാടുകൾ കൂട്ടായി എടുക്കുമ്പോൾ അവർ UN നിന്നും പുറത്തു പോകാതിരിക്കാനുള്ള സുരക്ഷാ വാൽവ് എന്ന നിലയിലാണ് 5 പ്രമുഖ രാജ്യങ്ങൾക്ക് വീറ്റോ അധികാരം നൽകിയത്. ആ പാരിതോഷികമാണ് അവരെ കൂട്ടായ്മയിൽ നിലനിർത്തുന്നത്. 2ാം ലോക മഹായുദ്ധത്തിലെ പ്രാഥമിക വിജയികളെയാണ് 1945 വലിയ സൈനിക സാമ്പത്തിക ശക്തികളായി കണക്കാക്കിയിരുന്നത്. അവരാണ് സുരക്ഷാ കൗൺസിലിലെ സ്ഥിരാംഗങ്ങളായത്. US-നും UK-ക്കും പുറമെ യൂറോപ്യൻ സാന്നിധ്യം ഉറപ്പിക്കാൻ
UK നിർദ്ദേശപ്രകാരമാണ് ഫ്രാൻസ് കൗൺസിലിൽ വന്നത്. റിപ്പബ്ലിക് ഓഫ് ചൈന ലോകത്തിലെ വലിയ ജനസംഖ്യയുള്ള രാജ്യം എന്ന നിലയിൽ അംഗമായി. മാവോ സെത്തുങ് ആഭ്യന്തര കലാപത്തിലൂടെ രാജ്യം പിടിച്ചതോടെ ഭരണാധികാരികൾ തൈവാനിലേക്ക് പലായനം ചെയ്തു. തുടർന്ന് 1971 പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയ്ക്ക് കൗൺസിൽ പദവി നൽകിയത്. സോവിയറ്റ് യൂണിയനായിരുന്നു മറ്റൊരു സ്ഥിരാംഗം. 1991 USSR പിരിച്ചുവിട്ടതോടെ ആ സ്ഥാനം റഷ്യയ്ക്കായി. എന്നാൽ 1945 പ്രബലരിൽ പലരും ഇന്നത്തെ പരിതസ്ഥിതിയിൽ കാലഹരണപ്പെട്ടവരാണ് എന്നതാണ് സത്യം. ഇന്ത്യ, ജപ്പാൻ, ജർമ്മനി തുടങ്ങിയ 21ാം നൂറ്റാണ്ടിലെ ശക്തികളെയും ആഫ്രിക്ക, ദക്ഷിണാമേരിക്ക എന്നീ ഭൂഖണ്ഡങ്ങളെയും ഒഴിവാക്കിയുള്ള സ്ഥിരാംഗ സമിതി ലോകരാജ്യങ്ങളെ ഒട്ടാകെ ഉൾക്കൊള്ളുന്നില്ല എങ്കിലും മാറ്റത്തിന് തയ്യാറാകുന്നില്ല. പൊതുവെ ലോകക്രമത്തിൽ കാണുന്ന അസമത്വം ഇവിടെയും നിലനിൽക്കുന്നു. UN ചാർട്ടർ എല്ലാ അംഗങ്ങളുടെയും പരമാധികാര സമത്വം പറയുന്നുണ്ടെങ്കിലും വീറ്റോ അധികാരമുള്ള രാജ്യങ്ങൾ സൂപ്പർ പൗരന്മാരായി മാറുന്നു എന്നതാണ് സത്യം. ജനാധിപത്യ കമ്മിയുള്ള UN-ൽ വീറ്റോ ചെയ്യുന്ന രാജ്യം അവരുടെ നിലപാട് പൊതുസഭയിൽ അവതരിപ്പിക്കുകയും അതിന് ഭൂരിപക്ഷം ലഭിച്ചാൽ മാത്രം അത് അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു രീതിയെങ്കിലും ഉണ്ടാകേണ്ടതുണ്ട്. പുതിയ സ്ഥിരാംഗങ്ങളെ ചേർക്കേണ്ടതും അനിവാര്യമാണ്. ഐക്യരാഷ്ട്ര സംഘടന സംബന്ധിച്ച ചർച്ച അടുത്ത എപ്പിസോഡിൽ തുടരാം. സുരക്ഷാ കൗൺസിൽ അംഗത്വത്തിനുള്ള ഇന്ത്യയുടെ ശ്രമത്തെ അട്ടിമറിക്കുന്നതാര് എന്ന് നമുക്ക് പരിശോധിക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലല്ലോ. ജയ് ഹിന്ദ്.